Hello, hello everybody. ഈ 2024 ഒരു ഭാവി സീൻ എങ്ങനെ ഇരിക്കും? നമ്മൾ 2023 മലയാളം സിനിമയുടെ റെക്കോർഡ് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും 2024 ഈ സിനിമ ബിസിനസ്സായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ട്. എന്നുവെച്ചാൽ ഈ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോഴും ഒരു മോഹൻലാലിൻ്റെ, ഒരു മമ്മൂട്ടി, ഒരു സുരേഷ് ഗോപി, പിന്നെ അപ്പം ഏതോ ഒരു കുഞ്ചാക്കോ ബോബൻ, ഒരു പാർട്ട് പാസി, ഷോബിൻ, പിന്നെ മറ്റേ ഷൈൻ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഹിറ്റുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിറ്റ് കൊടുത്തു എന്ന് അവകാശം കൊടുക്കുന്ന ദൂങ്കറും, പിന്നെ മാസം തോറും പടം ഇറങ്ങുന്ന ജാൻ ശ്രീനിവാസ്, ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം അവിടെ ഇവിടെ ഉണ്ട്. ജോജു ജോർജ്, പിന്നെ അങ്ങനെയുള്ള കുറേ ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നു പോകും. പക്ഷേ പടങ്ങളെല്ലാം പ്രോപ്പർ. ആകെ ഇപ്പോൾ കാശുണ്ടാക്കിയെന്ന് പറയണത് ഇപ്പോൾ ഈ മാസ ലാസ്റ്റിൽ ഡിസംബറിൽ ഇറങ്ങിയ നേര് പടം കാശുണ്ടായി. മമ്മൂട്ടിക്ക് ബാക്കി പടം കുറേ പേര് വാങ്ങിച്ചു. പക്ഷേ കണ്ണൂർ സ്ക്വാഡാണ് വലിയ ഹിറ്റ്. അത് നല്ല കാശുണ്ട്. ഈ ക്രിസ്റ്റഫർ എന്ന് പടം ഭയങ്കര പൊളിഞ്ഞു പോയി എന്നുള്ളത്. കാരണം കണ്ണൂർ സ്ക്വാഡ് നല്ല ഹിറ്റായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ ഗരുഡൻ, അത് നല്ല പോയി. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചില ആൾക്കാരെ വെച്ച് പടം എടുക്കുകയാണെങ്കിൽ ഒന്നിനെ കുറച്ച് ഓപ്പണിങ് അങ്ങനെ കിട്ടും. അല്ലാത്ത പക്ഷേ വേറെ ആരെ വെച്ച് എന്തെടുത്താലും ഒരു കാര്യം നടക്കും. ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം RDX ഓടിയില്ലേ, രോമാഞ്ചം ഓടിയില്ലേ, അങ്ങനെ പറയാം. മറ്റേ പാച്ചിന് ആൾക്കൂല വിളക്കും, അതേപോലെ പാച്ചിൻ്റെ ഓടിയില്ലേ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അതെല്ലാം അങ്ങനെ കഥകൾ പറയാം. 2018 ഓടിയില്ലേ, ഓടി. ഇത് വീട്ടിലെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവരാണ് ബാക്കി 150 പേര്. ഈ താരങ്ങളൊന്നും ഇല്ലാതെ വേറെ ആരെയെല്ലാം വെച്ച് ഏതോരോ ഡയറക്ടർമാരെ വെച്ച് അവരെല്ലാം അവരുടെ കൈ തെളിഞ്ഞു എന്നുള്ളതല്ലാതെ, കൈ തെളിഞ്ഞോ അതോ എന്ത് പറ്റിയെന്നുള്ളത് അതെല്ലാം പടങ്ങളെല്ലാം പൊളിഞ്ഞ് പാളിച്ചായി. ഇറ്റ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുമില്ലാതെ കിടക്കുന്നു. അതായത് 2 കോടി 3 കോടി 4 കോടി രൂപയ്ക്കെല്ലാം പടം എടുത്തവന്മാർക്ക് 1 ലക്ഷം രൂപയാണ് ഓപ്പണിങ് കിട്ടിയത്. അങ്ങനത്തെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പം മലയാള സിനിമ കൊണ്ട് എവിടെ പോയി അവസാനിക്കുന്ന ആർക്കും ഒരു പിടി കിട്ടില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ OTT എന്ന് പറഞ്ഞൊരു സാധനം. ഈ OTTക്കകത്ത് ഇവർ പറയുന്നത് OTT നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾ 3 കോടി രൂപയുടെ പടം എടുക്കുക. തിയേറ്ററിൽ നിന്ന് നമുക്ക് ഒരു 3 കോടി രൂപ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ OTT നമ്മുടെ പ്രോഫിറ്റാണ്. പിന്നെ നമുക്ക് സാറ്റലൈറ്റ്, ഡിജിറ്റൽ റേറ്റ്, യൂട്യൂബ്, അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് കാശ് കിട്ടും. ഇതെല്ലാം പറഞ്ഞാണ് പടം എടുക്കുന്നത്. തിയേറ്ററിൽ നിന്ന് കിട്ടണ 1 ലക്ഷം രൂപ. പിന്നെ ഇവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എവിടെയെങ്കിലും കാണിച്ചാൽ മതി എന്നും പറഞ്ഞ് അവസാനം ചിലവർ ഈ OTT എന്നും പറഞ്ഞ് തുറന്ന് വെച്ചിട്ടുണ്ട്. വലിയ പ്ലെയേഴ്സുണ്ട്, ഈ ചെറിയ അവിടെ കാലത്തിൽ തന്നെ ഉണ്ട്. അവർ വന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്ത് കാണിക്കാം, ഒരു വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അവിടെ ഒരു വ്യൂസും ഇല്ല, അവർ നോക്കുന്നില്ല. പിന്നെ ഇവരെല്ലാം വാങ്ങിച്ചിട്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഈ മിക്കവാറുള്ളവന്മാർക്ക് വിദേശത്തുള്ള ലിങ്കുണ്ട്. അപ്പോൾ ഇവരെ ഈ ലിങ്ക് എടുത്ത് അങ്ങോട്ട് നാട്ടുകാർക്ക് അവിടുത്തെ മലയാളി അസോസിയേഷൻ അവിടെ മെമ്പർമാർക്കെല്ലാം അയച്ചു കൊടുക്കും. ഞങ്ങളുടെ പടം കണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളുടെ അത് OTT വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ കാണിക്കാമെന്നല്ലാതെ പടങ്ങൾ കുഞ്ഞു കിടക്കുക എന്നാണ്. പടം കണ്ട സർക്കാർ പറഞ്ഞായിരുന്നു ഞങ്ങളൊരു OTT സ്റ്റാർട്ട് ചെയ്യാൻ പോണു, ഈ ചെറിയ പടങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് ഇതിനകത്ത് ഇടാൻ പോണു, പിന്നെ അത് റവന്യൂ ഷെയറിങ് എന്നെല്ലാം പറഞ്ഞ് ഇപ്പം അത് ഏതാണ്ട് 5 വർഷത്തേക്കാറുള്ള സമയമായി. അതിനെപ്പറ്റി ഇപ്പോൾ വർത്തമാനമില്ല. അതിനെന്തോ അത് മറ്റേ ഫെഡറേഷനാണ്, ഇത് എന്തോ ഒരു
കോർപ്പറേഷൻ എന്തോ അതിൻ്റെ കീഴിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നു, OTT വരുന്നു, പിന്നെ അങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു തർക്കം ഉണ്ടായി. അത് മറ്റേ കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗൻഡ പടങ്ങളെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് വേർപ്പം എന്നാണ്, ഒരു പ്രൊപ്പഗൻഡയും കാണുന്നില്ല, പടവും കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സിനിമ ലോകത്ത് തന്നെ ജീവിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ഇങ്ങനെയെല്ലാം പല ആൾക്കാരെ അന്വേഷിച്ച് പോയി അവരുടെ എല്ലാം ഡേറ്റുകൾ വാങ്ങിക്കാനായിട്ട് പുറകെ നടന്ന് അന്ന് കുറേ സമയം കളഞ്ഞ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറെ കിട്ടി, പിന്നെ പ്രൊഡക്ഷൻ്റെ പുറകെ നടന്ന് ഇതെല്ലാം കഴിഞ്ഞ് അത് തിയേറ്ററിലെത്തി. ഈ തിയേറ്ററിലെത്തി കഴിഞ്ഞാൽ കഥ തീരുമില്ല. അതിന് മുമ്പേ പ്രൊമോഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറേ കാശുകളായി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിയേറ്ററിലെത്തുമ്പോഴോ അപ്പം കാണാതെ തുടങ്ങുന്നു റിവ്യൂ ബോംബിങ്. എന്ത് ചെയ്യുക? അതൊരു സൈഡ്. ഇതെല്ലാം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നിങ്ങൾ ഗോപാലനായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ആവുള്ളൂ. ഞാൻ ഗോപാലൻ്റെ കയ്യിൽ കോടികളുണ്ട്. അങ്ങനെ ലിയോ വാങ്ങിക്കും, ജയിലർ വാങ്ങിക്കും, പിന്നെ അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ പടങ്ങളെല്ലാം അയാളിങ്ങ് വാങ്ങിച്ചു. അതിൻ്റെ തമിഴ് പടങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ അങ്ങ് റിലീസ് ചെയ്യും. വലിയ താരങ്ങളുടെ പടങ്ങളെല്ലാം അയാൾ വാങ്ങിച്ച് ഇവിടെ അങ്ങ് റിലീസ് ചെയ്യും. അത് അയാളായിട്ടൊന്നും വയ്ക്കാവില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് ചെറിയ പടങ്ങളുണ്ട്. പോർത്തുയിൽ, മാർക്ക് ആൻ്റണി, തീർത്തുണ്ട എന്നെല്ലാം പറഞ്ഞ ഒരു 6-7 പടങ്ങൾ ഞാൻ ലിസ്റ്റ് നോക്കിയാൽ, തമിഴ് പടങ്ങൾ അവിടെ റിലീസ് ചെയ്ത തമിഴ് പടങ്ങൾ ലിസ്റ്റ് നോക്കി, അവരെല്ലാം ആവശ്യത്തിന് നല്ല കളക്ഷനുണ്ട്. അതുമാത്രമല്ല, അത് ചില പടങ്ങളെല്ലാം അവിടെ റിലീസ് ചെയ്യുന്ന പടങ്ങൾ അവിടെ ഓപ്പണിങ്ങിൻ്റെ 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതേ നേരത്ത് ഇവിടെ മലയാളം ആക്ടർമാരെ വെച്ച് എടുത്ത പടങ്ങൾ 1 കോടി പോയിട്ട് 10 ലക്ഷം രൂപയുടെ കിട്ടിയിട്ടില്ല ഓപ്പണിങ്. അതുകൊണ്ട് കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ് പടങ്ങളോ അല്ലെങ്കിൽ തെലുങ്ക് പടങ്ങളോ വാങ്ങിച്ച് ഇവിടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാശുകളൊന്നുമില്ല. പിന്നെ പബ്ലിസിറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ഓൾ ഇന്ത്യയിൽ എല്ലാ പബ്ലിസിറ്റിയും ചെയ്യും. നമ്മുടെ അവിടുത്തെ കേരള മാഗസീനുകൾ, പത്രങ്ങളെല്ലാം ആവശ്യത്തിന് അവരുടെ ഫോട്ടോകളും കൊടുത്ത് അവരുടെ ഇൻ്റർവ്യൂവും കൊടുത്തിട്ട്, പിന്നെ യുവമാർക്ക് എല്ലാവർക്കും അവിടെ ഫാൻ ക്ലബ്ബുകളും ഉണ്ട്. അവർ വേണ്ട പോലെ പടങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും. അവിടെ ബെസ്റ്റാണ്, ബെസ്റ്റ് പരിപാടിയാണ്. കിട്ടി കഴിഞ്ഞാൽ കാശ് ഒരു 4-5 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 10 കോടി രൂപയ്ക്ക് കളക്ഷൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ 5-6 കോടി രൂപ പാക്കറ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ശരിയാവോളില്ലെങ്കിൽ കൂടെ 2-3 കോടി രൂപ ഇങ്ങനെ വരും. കൈ നഷ്ടം വരില്ല. എന്തായാലും അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ അതായിരിക്കും ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ടത്. പിന്നെ 2024 നമുക്ക് വലിയ പ്രതീക്ഷ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ, ബനൂസ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ സംഭവമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ കുറേ ഡയറക്ടർമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പടം ഇനി ലാലേട്ടൻ ഫാൻസ് ഒരു കാരണവശാലും അത് മോശപ്പടമായിട്ട് കാണിക്കാനായിട്ട് യാതൊരു ചാൻസുള്ള, അത് ഭയങ്കര വൻപിച്ച വിജയമായിട്ട് ഇപ്പോഴേ ഡിക്ലെയർ ചെയ്യേണ്ട ഈ സമയമാണ്. മലയാള സിനിമയുടെ അഭിമാനമാണ്. അതുകൊണ്ട് അതവിടെ ആ ഒരു 24 ആ ഒരു അഭിമാനം മൈൽ സ്റ്റോൺ രേഖപ്പെടുത്തിയിട്ട്. പിന്നെ നമുക്ക് വേറെ ഒരു സംഭവമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലക്കോട്ടൈ വലിപ്പം ഒരു പോസ്റ്ററെല്ലാം കണ്ടിട്ട് കൊള്ളാൻ പോകും. ബോഡിയെല്ലാം കാണിച്ച് കണ്ട മസിലെല്ലാം കണ്ടിട്ട് റെസ്ലിംഗ് കാര്യങ്ങളുണ്ടായിട്ട് ആയിരിക്കണം കുളം. ഈ മാല നേരത്തെ മയക്കം പോലെ ഒരു അപ്ഡേറ്റ് പോലെ ആണോ എന്ന് തോന്നുന്നില്ല. അതിനകത്ത് കുറേ മസാല ഉണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ പുറകെ സെഞ്ചുറി കൊച്ചുമോനെല്ലാം ഉള്ളതുകൊണ്ട് അത് ആ വക കാര്യങ്ങളെല്ലാം ഒരളവിന് നോക്കിയിട്ട് കാശിടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഓടുന്ന ഒരു സംഭവമാണ് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ റൈപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് OTT കാര്യങ്ങളെല്ലാം ഡീലെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് പ്രശ്നമൊന്നും. ഈ 2 പടങ്ങളാണ് ഇപ്പം മലയാളത്തിൽ ഇരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ ലൂസിഫറിൻ്റെ 2ാം പാർട്ട്, അതും മോഹൻലാലാണ്. മമ്മൂട്ടിക്ക് വലിയ ഈ അങ്ങനത്തെ ഹൈപ്ഡപ്പ് മൂവീസൊന്നും ഇപ്പോൾ 24 കാണുന്നില്ല. ഓരോരോ പടങ്ങൾ എത്താറാകുമ്പം പുള്ളിയുടെ ടീം അവിടെ ഇരുന്ന് ഹൈപ്പ് ചെയ്യണമെന്നല്ലാതെ കേരളത്തിൻ്റെ വെളിയിലാരും ഇപ്പം അങ്ങനെ എത്തി നോക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്ലോഗിൽ എഴുതിയിരുന്നു 2023 ഈ എല്ലാ ചവറുകളും ഈ ഹിറ്റും മൈനസും മിസ്സും എല്ലാത്തിൻ്റെ ഇടയിൽ ഓർമ്മ നിൽക്കാനുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ കാതൽ കോർ തന്നെയാണ്. സംശയമില്ല. ആ നടൻ ആ ഒരു റോള് ചെയ്യാനും ആ പടം പ്രൊഡ്യൂസ് ചെയ്യാനും ജ്യോതികപ്പോലൊരു ആക്ട്രസിനെ കൊണ്ടുവരികയും ആ പടം ചെയ്യുകയും ചെയ്യും. അതിനെ കൊണ്ടുവയ്ക്കുകയും ആവശ്യത്തിനുള്ള പ്രൊമോഷൻ ചെയ്യും.
എല്ലാം ചെയ്തിട്ട് ഒരു ഇമേജ് അങ്ങനെ നോക്കാത്ത ഒരാളാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടായിരുന്നു. IIT മുംബൈയിൽ സ്റ്റുഡൻസ് ചോദിക്കുന്നു ഡയറക്ടറിൻ്റെ നാഗാശ്വിൻ്റെ കമൽ എന്താണ് ഈ നെഗറ്റീവ് റോള് നിങ്ങളെ കൽക്കി എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്യാമെന്നാണ് പ്രഭാസ് എന്നുള്ള ഹീറോൻ്റെ ഇതിൽ. അപ്പോൾ ഡയറക്ടർ പറയുന്ന കമലിന് സിനിമാ പ്രേമിയാണ്, അയാളുടെ സിനിമയാണ് നോക്കുന്നത്, അല്ല അങ്ങേരുടെ സ്വന്തം ഇമേജോ അല്ലെങ്കിൽ അങ്ങേരുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങേരുടെ ഫ്യൂച്ചറും ബാക്സ് ഓഫീസോ ഒന്നുമല്ല. അങ്ങനെ നോക്കണം അങ്ങനെ സിനിമയാണ്. സിനിമയായിട്ട് നല്ല ക്യാരക്ടർ കിട്ടണം, നല്ല റോള് കിട്ടണം, നല്ല പെർഫോമൻസ് സ്കോപ്പ് ഇതാണ് നോക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതേപോലത്തെ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അതാണ് ഈ കാതലിൻ്റെ കോർ. അതുപോലെ ചില പടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, പണ്ട് നമുക്ക് കേരളത്തിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞാലും പടത്തെ ഈ ഇൻ്റർനാഷണൽ ലെവലിലും ഡൽഹിക്കെല്ലാം ഫിലിം ഫെസ്റ്റിവലിനെല്ലാം പോയി കഴിഞ്ഞാൽ വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള എന്ന് പറയുമ്പോൾ അവരെല്ലാം പിന്നെ നോക്കും. എന്നുവെച്ചാൽ അവർക്ക് ഉടൻ തന്നെ അതോടെ അശ്വന, ജി അരവിന്ദൻ, ടി വി ചന്ദ്രൻ, ഇങ്ങനെ പല വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ജോൺ അബ്രഹാം, ഇങ്ങനെയുള്ള പലവരുടെയും ഇതുണ്ടല്ലോ. ഞാൻ കാണുമ്പോൾ അവർ ഇവരും ഒരു ബുദ്ധിജീവിയാണ്, അതും നല്ല ഒരു ഇതാണ് എന്നാണ് നമ്മൾ ഫിലിം ക്രിട്ടിക്സും കേരളത്തിൽ കൂടിയാണെങ്കിൽ ഒരു ഇന്ത്യയിലും കഴിയാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ അത് മാത്രമല്ല, അവരിപ്പോൾ ഫെസ്റ്റിവലിൻ്റെ രൂപമേ മാറിപ്പോയി. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഇപ്പോൾ RRR ബഹുപാഠിയുടെയും എല്ലാത്തിനെയും കഴിക്കാത്തായിരിക്കും. ഇപ്പോൾ ഒന്നും ചെയ്യാവുള്ളൂ. ഇപ്പോൾ അടുത്തോണം മിക്കവാറും ആനിമലിനെല്ലാം അവാർഡെല്ലാം കൊടുത്ത് അടുത്ത ഫെസ്റ്റിവലിന് അവർ കഴിക്കുന്നെങ്കിലെല്ലാം ഉണ്ടാവും. കംപ്ലീറ്റ് അങ്ങ് പോയി, ബോളിവുഡ് ഉണ്ടാക്കിയിട്ടായി ഒന്നും ചെയ്യാവില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മളൊന്നും ചെയ്യണമില്ല. നമ്മളിവിടുന്ന് അങ്ങനെ വലിയ ഈ ബഹളമുണ്ടാക്കിയ ഈ പടത്തിന് എന്താണ് അവാർഡ് കിട്ടിയില്ല, എന്തുകൊണ്ട് ആ പടത്തിന് ഇതില്ല മറ്റാണെന്ന് പറയത്തക്ക രീതി ഒന്നുമില്ല. നമ്മുടെ ഈ കാതലിൻ്റെ കോണേ ഉള്ളൂ, വേറെ എന്തോ പടങ്ങളും ഒരു പടങ്ങളും പറയാനും. പിന്നെ ഈ നമ്മുടെ അവിടുത്തെ IFFKയിൽ നടക്കുമ്പോൾ മാത്രം കുറേ പടങ്ങളുണ്ടാക്കുന്നുണ്ട്. കുറേ നല്ല പടങ്ങളെടുത്ത് കളഞ്ഞു എന്നും പറഞ്ഞ് ആ പാവം ഡയറക്ടർ ഇന്ത്യയിൽ ഇത് വിളിക്കും. ഇതൊന്നുമെല്ലാം കഥകൾ, ആ ബിഹൈൻഡ് ദ സീൻസ് കഥകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഒരു സിനിമ ആക്കാം. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നടക്കണം. അതുപോലെ പടങ്ങൾ, അങ്ങനെ ഒരു പടങ്ങളും ഇങ്ങനെ എടുത്ത് പുച്ഛിച്ച് അവിടെ കിടക്കുന്നെല്ലാം പറഞ്ഞിട്ട് 2024 കേരളത്തിൽ ഇനിയിപ്പോൾ മലയാള സിനിമയ്ക്ക് കുറച്ചിപ്പോൾ ഇങ്ങനെ നോക്കാം, എങ്ങനെ പോകണമെന്ന് നോക്കിയിട്ട് ചെയ്യാം. അതുവരേക്കും കാണാം. പിന്നെ അടുത്തത് ഞാൻ ഇനിയിപ്പോൾ സംസാരിക്കാനുള്ള ഇവിടെ വലിയൊരു ചർച്ച നടക്കുന്നത് ഈ നേരെന്ന് പറഞ്ഞ പടം ഒരു പഴയ ഇംഗ്ലീഷ് പടത്തിൻ്റെ കോപ്പിയടിയാണ്. അത് ജീസു ജോസഫ് കോപ്പിയടിയുടെ ഒരു ആശാനാണ് എന്നാണ് വ്യക്തം. നമ്മുടെ ഈ ജവാൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ ആറ്റ്ലിക്ക് അങ്ങനെ ഒരു പേരുണ്ട്. നല്ല വിദഗ്ധനായിട്ട് കോപ്പി അടിക്കും. പക്ഷേ അങ്ങനെ കോപ്പി അടിക്കണമെല്ലാം തമിഴ് സിനിമയാണ്. ഇവിടെ ഇറങ്ങിയ ഹിറ്റ് പടങ്ങൾ തന്നെ അയാൾ കോപ്പി അടിച്ച് അയാൾ കൊണ്ടുവരും. എന്നിട്ട് അയാൾ പറയും അത് നമ്മൾ പറഞ്ഞാൽ അയാൾ കേൾക്കില്ല. അതേപോലെ ഇങ്ങനെ വിഷയത്തിൻ്റെ ബുദ്ധിപൂർവ്വമായിട്ട് ഒരു 10-15 വർഷം മുമ്പേ ഉള്ള പടം എടുത്ത് കോപ്പി അടിക്കും. പക്ഷേ അയാളുടെ ആയിട്ടുള്ള എല്ലാം ആഡ് ചെയ്ത് കൊണ്ടിറക്കും. അപ്പോൾ അതാരും കണ്ടും കാണില്ല. പിന്നെ അയാളുടെ ആയിട്ടുള്ള ലോക്കൽ ഇതെല്ലാം അഡാപ്റ്റ് ചെയ്തുള്ള ആദ്യം ചേർത്ത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. ഇതിനകത്ത് ചൂഞ്ഞ് നോക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട് അതുകൊണ്ടെന്നെല്ലാം പറഞ്ഞ് ചെയ്യാനുള്ള ഒരു അവിടെ ജേർണലിസ്റ്റിൽ തന്നെ പലവരും ഉണ്ട്. ഈ പ്ലേഗറിസ്റ്റിൻ്റെ ആശാന്മാരുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകിച്ച് കൂടുതലാണ്. ഇപ്പോൾ വെച്ചാൽ ഇപ്പോൾ ഈ എല്ലാം റെഡിലി അവൈലബിൾ ആണല്ലോ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ. അപ്പോൾ അതെല്ലാം എടുത്ത് അങ്ങനെ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവരുടെ കണ്ടുപിടുത്തമാണെന്നും പറഞ്ഞിടുന്ന ആൾക്കാർ ഇപ്പോഴും മീഡിയയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നേർ എന്ന് പറഞ്ഞൊരു പടം. അങ്ങനെ ഒരു വിവാദം നടക്കുന്നു. പിന്നെ അടുത്ത ഇനിയിപ്പം പറയാനുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വിജയകാന്തിനെ പറ്റി പറയാനുണ്ട്. വിജയകാന്തിനും കേരളമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അത് പലവരും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ കുറേ ഈ ചാനലുകളിൽ പലവരും പറയുന്നുണ്ട് വിജയകാന്ത് വില്ലനായിട്ടാണ് ആക്ട് ചെയ്തതെന്നാണ്. അപ്പോൾ വില്ലനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതെല്ലാം തെറ്റാണ്. പിന്നെ വേറെ ആരോ പറയുന്നിട്ട് ക്യാപ്റ്റൻ എന്നുള്ള പേര് വന്ന് മറ്റേ ക്യാപ്റ്റൻ എന്നുള്ള പേര് ആ പടത്തിൽ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നാണ് പറഞ്ഞ പടത്തിൽ നിന്ന് ക്യാപ്റ്റൻ എന്നുള്ള പേര് അതൊന്നും തെറ്റാണ്. അങ്ങനെ ആ പടത്തിൽ നിന്നല്ല, അതിന് മുമ്പേ ക്യാപ്റ്റൻ എന്ന പേരുണ്ടായിരുന്നു. അത് സിനിമ ഇൻഡസ്ട്രിക്കകത്തായിരുന്നു വന്നത്. അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് സിനിമ ഇൻഡസ്ട്രി എല്ലാവരും അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതല്ലാതെ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നുള്ളതിന് ശേഷമല്ല അയാളെ ക്യാപ്റ്റനായത്. അത് മുമ്പേ അയാളെ ക്യാപ്റ്റനാണ്. സിനിമ ഇൻഡസ്ട്രിക്കാർക്ക് ക്യാപ്റ്റനായിരുന്നു. അതങ്ങനെ പറഞ്ഞ് അയാളുടെ ഫാൻസിനുണ്ടെങ്കിലും ക്യാപ്റ്റനായി. ഇതൊന്നും അറിയാതെ ഇങ്ങനെ അവിടെ പലവരും ഉടായികൾ വിട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് അടുത്ത
വീഡിയോയിൽ ഈ ക്യാപ്റ്റന് ഒരു ബന്ധമുണ്ട് കേരളമായിട്ട്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രമായിട്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെ ക്യാപ്റ്റനും ട്രിവാൻഡ്രം മാത്രമല്ല, ക്യാപ്റ്റൻ പല പടങ്ങളും ചെയ്യാത്ത പടങ്ങളിൽ മമ്മൂട്ടി തമിഴിൽ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ട്രിവാൻഡ്രത്ത് റോൾ അന്വേഷിച്ച് വന്ന കഥകളുണ്ട് സിനിമയിൽ, മലയാള സിനിമയിൽ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുണ്ട്. അടുത്ത വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.